Today we will discuss about the Cauchy-Euler equation. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇക്വേഷൻ ആണ് Cauchy-Euler ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോം എന്താ നോക്കാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫോം an(x power n dny by dx power n plus an minus 1 x power n minus 1 dn minus 1 y by dx power n minus 1 plus etc plus a1x dy by dx plus a0 y equal to g of x. അപ്പോൾ ഇവിടെ ഓരോ ഡെറിവേറ്റീവിൻ്റെ കൂടെ എക്സ് പവർ എൻ nth ഓർഡർ ആണെങ്കിൽ എക്സ് പവർ n മൈനസ് 1th ഓർഡർ ആണെങ്കിൽ n മൈനസ് 1 ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എക്സ് വരെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് നമ്മൾ ഓയിലർ കോഷി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ an minus 1 etc. a1 a0 are constants and g is a continuous function of x is called a Cauchy-Euler equation or an Euler-Cauchy equation or an Euler equation or an equidimensional equation of order n. ഇതിനെ Euler-Cauchy എന്ന് വിളിക്കാം, Cauchy-Euler എന്ന് വിളിക്കാം, Euler equation എന്ന് വിളിക്കാം, equidimensional equation എന്ന് വിളിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇത് Euler-Cauchy ഇക്വേഷൻ്റെ ഫോം എന്ന് പറയുന്നത്. ഈ എക്സ് പവർ n മൈനസ് 1 എക്സെട്ര എക്സ് വരെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. പിന്നെ ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കണം അല്ലേ. സാധാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ ഇത് സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. കോഎഫിഷ്യൻ്റ് ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ എക്സ് പവർ n മൈനസ് 1 ഒക്കെ അവിടെ വരുന്നത് കൊണ്ട് അങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ മെത്തേഡ് നമുക്ക് നോക്കാം. അപ്പോൾ മെത്തേഡ് ഓഫ് സൊല്യൂഷൻ എന്താ നോക്കാം. അപ്പോൾ ഫസ്റ്റ് കൺസിഡർ ദ അസോസിയേറ്റഡ് ഹോമോജീനിയസ് ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സിന് പകരം 0 എഴുതിയാൽ മതി ഇക്വേഷനിൽ. അപ്പോൾ ഇതാണ് കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ആദ്യം കാണണം, എന്നിട്ട് പർട്ടിക്കുലർ സൊല്യൂഷൻ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കാണാനേ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതെന്ന് പറയുന്നത് ഹോമോജീനിയസ് Cauchy-Euler ഇക്വേഷൻ ആണ്. ദിസ് ഈസ് എ ഹോമോജീനിയസ് Cauchy-Euler ഇക്വേഷൻ. അപ്പോൾ ഇതിനെ നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ്, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്കത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ വി ക്യാൻ ട്രാൻസ്ഫോം ദിസ് ഇക്വേഷൻ ഇൻടു എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് by changing the independent variable x to z by substitution x equal to e power z. നമ്മൾ എക്സിന് പകരം e power z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ when x equal to e power z, z എന്ന് പറയുന്നത് വരും ലോഗ് എടുക്കുക രണ്ട് സ്ഥലത്തും. അപ്പോൾ ലോഗ് x വരും ആൻഡ് dz by dx കണ്ടുപിടിക്കുക. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ എക്സിന് പകരം ഈ പവർ സെഡ് കൊടുത്തു, dz by dxന് പകരം 1/x കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് dy by dx d പവർ n y by dx പവർ n അത്രയുള്ള വാല്യൂസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ dy by dx എന്ത് വരും, dy by y എന്ന് പറയുന്നത് z-ന്റെ ഫംഗ്ഷൻ, dy by dz ഇൻറ്റു dz by dx എന്ന് എഴുതാം. dz by dx എന്താ 1/x ഇൻറ്റു dy by dz. ഇനി d സ്ക്വയർ y by dx സ്ക്വയർ എന്ത് വരും, ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഫംഗ്ഷൻ 1/x ഇൻറ്റു dy by ds z-ന്റെ ഡെറിവേറ്റീവ് d സ്ക്വയർ y by dz സ്ക്വയർ പ്ലസ് 1/x-ന്റെ ഡെറിവേറ്റീവ് എന്താ മൈനസ് 1/x സ്ക്വയർ ഇൻറ്റു dy by dz. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 1/x സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുക. ബാക്കി ഇവിടെ d സ്ക്വയർ y by dz സ്ക്വയർ ഇൻറ്റു dz by dx ഉണ്ട് അല്ലേ. dz by dx എന്ന് പറഞ്ഞാൽ 1/x. 1/x സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു.
ബാക്കിയുള്ളത് ഡി സ്ക്വയർ വൈ ബൈ ഡി സെഡ് സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി സെഡ് വരും. അപ്പം ഡി വൈ ബൈ ഡി എക്സ് ഇതാണ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇതാണ്. ഇനി അതുപോലെ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് കണ്ടുപിടിക്കാം. എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ 1/x സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇത് വരും ഡി ക്യൂബ് വൈ ബൈ ഡി സെഡ് ക്യൂബ് ഇൻറ്റു ഡി സെഡ് ബൈ ഡി എക്സ്, അതാ 1/x മൈനസ് ഡി സ്ക്വയർ വൈ ബൈ ഡി സെഡ് സ്ക്വയർ ഇൻറ്റു 1/x മൈനസ് 1/x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2/x ക്യൂബ് ഇൻറ്റു ഈ ഫംഗ്ഷൻ എഴുതുക ഡി സ്ക്വയർ വൈ ബൈ ഡി സെഡ് സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി സെഡ്. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. വൺ ബൈ എക്സ് ക്യൂബ് ഞാൻ പുറത്തെടുക്കുകയാണ്. 1/x ക്യൂബ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഡി ക്യൂബ് വൈ ബൈ ഡി സെഡ് ക്യൂബ് മൈനസ് ഇവിടെ മൈനസ് ഡി സ്ക്വയർ വൈ ബൈ ഡി സെഡ് സ്ക്വയർ ഉണ്ട്, ഇവിടെയാണെങ്കിൽ -2 ഉണ്ട്. അത് രണ്ടും കൂടെ -3 ഡി സ്ക്വയർ വൈ ബൈ ഡി സെഡ് സ്ക്വയർ, പിന്നെയുള്ളത് ഡി വൈ ബൈ ഡി സെഡ് ആണ്. അത് 2 ടൈംസ് ഉണ്ട്. അപ്പം ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഡി ബൈ ഡി സെഡിന് പകരം ഞാൻ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഡി കൊണ്ട് റീപ്ലേസ് ചെയ്തു. റൈറ്റിംഗ് ക്യാപിറ്റൽ ഡി ഫോർ ഡി ബൈ ഡി സെഡ്. ദ എബവ് റിസൾട്ട്സ് മേ ബി റിട്ടൺ ആസ് ഫസ്റ്റത്തെ ഡി വൈ ബൈ ഡി സെഡ് അല്ല ഡി വൈ ബൈ ഡി എക്സിൽ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്താവും? ഡി വൈ ബൈ ഡി എക്സിന് ഞാൻ പകരം എന്ത് ചെയ്തു? എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? അവിടെ ക്യാപിറ്റൽ ഡി വരും വൈ. ഇതിൻ്റെ അടുത്ത് എക്സ് സ്ക്വയർ ഇൻറ്റു ആണെങ്കിലോ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അവിടെ എക്സ് സ്ക്വയർ ഉള്ളത് കട്ട് ചെയ്ത് കളയും അല്ല, എക്സ് സ്ക്വയർ കട്ട് ആയി പോയി കഴിഞ്ഞാൽ ബാക്കി ഡി സ്ക്വയർ വൈ മൈനസ് ഡി വൈ ഉണ്ടാവും അല്ലേ? അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ഇൻറ്റു ഡി മൈനസ് 1 വൈ എന്ന് എഴുതാം. ഇനി അടുത്തത് എക്സ് ക്യൂബ് ഇൻറ്റു ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ആണെങ്കിലോ എക്സ് ക്യൂബ് കട്ടായിപ്പോയി, ബാക്കിയുള്ളത് ഡി ക്യൂബ് മൈനസ് 3 ഡി സ്ക്വയർ പ്ലസ് 2 ഡി വൈ ഇങ്ങനെ എഴുതാം. അതിനെങ്ങനെ എഴുതാം? ഡി ഇൻറ്റു ഡി മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് 2 ഇൻറ്റു വൈ എന്ന് എഴുതാം. അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻ ജനറൽ നമുക്ക് ഡി എക്സ് പവർ എൻ ഇൻറ്റു ഡി പവർ എൻ വൈ ബൈ ഡി എക്സ് പവർ എൻ എങ്ങനെ എഴുതാം? ഡി ഇൻറ്റു ഡി മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് 2 ഇൻറ്റു എക്സെട്ര ഡി മൈനസ് എൻ മൈനസ് 1 വൈ. അപ്പോൾ എക്സ് പവർ എൻ ഇൻറ്റു ഡി പവർ എൻ വൈ ബൈ ഡി എക്സ് പവർ എന്നിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ഈ ഫോമിലേക്ക് ഡിന്റെ ഫോമിലേക്ക് മാറ്റി എഴുതും. അതിന് ശേഷം എന്ത് ചെയ്യുക? അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് സാധാ ഫോമിലേക്ക് കിട്ടും. എന്നിട്ട് ആ ഡിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക? എം എഴുതിയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ റൂട്ടുകൾ കണ്ടുപിടിക്കുക. അതിന് ശേഷം ഇപ്പം നമുക്ക് കിട്ടുക സെഡിന്റെ റൂട്ടുകൾ, സെഡിന്റെ ഫോമിലുള്ള ഇക്വേഷൻ ആണ് കിട്ടുക സൊല്യൂഷൻ ആയിട്ട്. അങ്ങനെ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സെഡിന് പകരം ലോഗ് എക്സ് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഇത്ര എഴുതാം. ദെൻ
By resubstituting z equal to log x, we get the complementary function. അപ്പോൾ ഇതിന് ഈ ഫോമിൽ ഇക്വേഷൻ എഴുതിയിട്ട് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് റീസബ്സ്റ്റിറ്റ്യൂട്ടിങ് z ഈക്വൽ ടു ലോഗ് എക്സ്. അപ്പോൾ സെഡിന് പകരം ലോഗ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് 4x y ഡാഷ് പ്ലസ് 6y ഈക്വൽ ടു 0. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് കോഷി ഓയിലർ ഇക്വേഷൻ ഓഫ് ഓർഡർ 2 അല്ലേ? അപ്പോൾ ഇത് കോഷി ഓയിലർ ഇക്വേഷൻ ആണ്, ഓർഡർ 2 ആയിട്ടുള്ളത്. Hence can be transformed into a linear equation with the constant coefficients by substitution x equal to e power z അല്ലേ? അപ്പോൾ when x equal to e power z, ഇവിടെ x dy എന്ന് പറയുന്നത് എന്തൊരു x dy എന്ന് പറയുന്നത് x dy by dx എന്ന് പറയുന്നത് ക്യാപിറ്റൽ dy ആവും. അതുപോലെ x സ്ക്വയർ d സ്ക്വയർ y by dx സ്ക്വയറോ d into d minus 1 into y വരും. where d equal to d by dz. അപ്പോൾ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് ഇക്വേഷൻ. അപ്പോൾ ബൈ ദിസ് സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷിന് പകരം d into d minus 1 y എഴുതി, മൈനസ് 4 into എക്സ് വൈ ഡാഷിന് പകരം dy എഴുതി, പ്ലസ് 6y ഈക്വൽ ടു 0. കോമൺ ആയിട്ട് വേണമെങ്കിൽ പുറത്തെടുക്കാം. ഇതിനെ d ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ d സ്ക്വയർ മൈനസ് d വരും അല്ലേ? ഇവിടെ ഒരു മൈനസ് 4d കൂടെ ഉണ്ട്. y ലാസ്റ്റ് എടുക്കുന്നത് മൈനസ് 4d കൂടെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 5d ആയി, പ്ലസ് 6y ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് മെയിൻ ഇക്വേഷൻ. അപ്പോൾ വിച്ച് ഈസ് എ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ്റ് ആണ് അല്ലേ? നോക്കിയാൽ അറിയാം ഇത് ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്ത് വരും? എം സ്ക്വയർ മൈനസ് 5m പ്ലസ് 6 ഈക്വൽ ടു 0. അതിൽ നിന്ന് ഇതിനെങ്ങനെ എഴുതാം? m മൈനസ് 2 ഇൻറ്റു m minus 3 equal to 0, which implies m equal to 2 അതുപോലെ 3. Hence general solution of equation 1 is y equal to c1 e power 2. ഇവിടെ z ആണ്, അത് മാറിപ്പോവരുത്, c2 e power 3z. പക്ഷെ നമുക്ക് എക്സിൻ്റെ ടൈമിൽ വേണം ഇക്വേഷൻ എഴുതാനായിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? z പകരം തിരിച്ച് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെഡിന് പകരം എന്ത് കൊടുത്താൽ മതി? അല്ലെങ്കിൽ എക്സിന് പകരം ഇ പവർ സെഡ് കൊടുത്താൽ, അല്ല ഇ പവർ സെഡിന് പകരം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പുട്ടിങ് എക്സ് ഈക്വൽ ടു ഇ പവർ സെഡ്, വി ഗെറ്റ് ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇ പവർ സെഡ് സ്ക്വയർ ഇ പവർ സെഡ് ക്യൂബ് ആ ഫോമിലാണ് ഉള്ളത് അല്ലേ? പുട്ടിങ് എക്സ് ഈക്വൽ ടു ഇ പവർ സെഡ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? c1 ഇ പവർ സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ c2 എക്സ് ക്യൂബ് കിട്ടും. ഈ പവർ സെഡിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത് സൊല്യൂഷൻ എഴുതുമ്പോൾ ഇനി ഇ പവർ എക്സ് ഇ പവർ 2x എന്ന് പറഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാൽ സൊല്യൂഷൻ തെറ്റിപ്പോയി. ഓയിലർ കോഷി ഇക്വേഷൻ ആണെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫോമിലല്ല സൊല്യൂഷൻ വരിക, എക്സിൻ്റെ പവർ ആയിട്ടാണ് വരിക. അപ്പോൾ ഇതാണ് സൊല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് 4x സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് 24x വൈ ഡാഷ് പ്ലസ് 25y ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എ ഹോമോജീനിയസ് കോഷി ഓയിലർ ഇക്വേഷൻ ഓഫ് ഓർഡർ 2 and hence can be transformed into a linear equation with the constant coefficients by substitution x equal to e power z. When x equal to e power z, നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? The given differential equation become 4 into x square y double dash നമ്മൾ എങ്ങനെയായിരുന്നു?
ഡി ഇൻറ്റു ഡി മൈനസ് 1 വൈ എന്ന് എഴുതൂ. 24 എക്സ് വൈ ഡാഷിന് ഡി വൈ എന്ന് എഴുതി. 24 y equal to 0. ദാറ്റ് ഈസ് y കോമൺ ആയിട്ട് എടുക്കുക, ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എന്ത് കിട്ടും? 4d² മൈനസ് 4d മൈനസ് 4d ഇവിടെ പ്ലസ് 24d വരും അല്ലേ. അപ്പോൾ അത് രണ്ടും കൂടെ പ്ലസ് 20d പ്ലസ് 25 y ഈക്വൽ ടു 0. ഇങ്ങനെ കിട്ടും ഇക്വേഷൻ. അപ്പം നമുക്ക് സോൾവ് ചെയ്യാലോ. ഇതെന്ന് പറഞ്ഞാൽ 4d² y dz² പ്ലസ് 20d² y dz അല്ല dy dz പ്ലസ് 25 y ഈക്വൽ ടു 0 എന്നാണ് ഇത് ഇക്വേഷൻ അല്ലേ. വിച്ച് ഈസ് എ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് constant coefficients. Its auxiliary equation is 4m² plus 20m plus 25 equal to 0. അപ്പൊ ഇനി m എന്ന് പറഞ്ഞ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താ? 2m plus 5ന്റെ ഹോൾ സ്ക്വയർ അല്ലേ, അതാണ് ഇത് അല്ലേ. അപ്പൊ അതിൽ നമുക്ക് m കണ്ടുപിടിക്കാലോ. m equal to, here the auxiliary equation has 2 equal roots വരും. m equal to എന്താണ്? -5/2 വരും. 2m plus 5 equal to 0 കിട്ടും. അതിൽ നിന്ന് 5നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -5 വരും. 2m equal to -5, m equal to -5/2 കിട്ടും. അപ്പോൾ 2 equal roots ആണ് കിട്ടുക. അപ്പോൾ hence the general solution of equation 1 is y equal to c1 plus c2z e power -5/2z എന്ന് കിട്ടും അല്ലേ. പിന്നെ എന്ത് ചെയ്യുക? പുട്ടിങ് x equal to e power z or z equal to log x, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ജനറൽ സൊല്യൂഷൻ കിട്ടും. We get the general solution of the given differential equation as y equal to c1 plus c2 z ആണ്. z എന്ന് പറഞ്ഞാൽ log x ആണ്. പിന്നെ e power -5/2 z അല്ലേ. അപ്പോൾ e power z ന് പകരം x കൊടുത്താൽ x power -5/2. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. എക്സിന്റെ ഫോമിലേക്ക് മാറ്റണം, സെഡിന്റെ ഫോമിൽ എഴുതരുത്. നമ്മുടെ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് y equal to c1 plus c2 log x into x power -5/2. അപ്പം ഇങ്ങനെയാണ്. ഈക്വൽ റൂട്ട് വന്നു കഴിഞ്ഞാൽ ലോഗിന്റെ ടൈമും കൂടെ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. 4x² y double dash plus 17y equal to 0. y of 1 equal to -1 and y dash of 1 equal to -1/2. നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം? This is a homogeneous equation, homogeneous Cauchy-Euler equation of order 2, and hence can be transformed into a linear equation with the constant coefficients by the substitution x equal to e power z. When x equal to e power z, the above equation become 4 into ഇതിനെ ഇങ്ങനെ x² y double dash എന്താവും? d into d minus 1 y 17y equal to 0 ആവും. അപ്പോൾ ഇതിൽ നിന്ന് 4d² minus 4d plus 17 equal to 17 into y equal to 0 എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ എന്താണ്? 4 into d² y by dz² minus 4 into dy by dz plus 17
y ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്തിട്ട് സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, അല്ല സെഡിന്റെ ടൈമിലുള്ള ജനറൽ സൊല്യൂഷൻ എഴുതാം. which is a homogeneous linear differential equation with constant coefficients. Its auxiliary equation is 4m square minus 4m plus 17 equal to 0. അതിൽ നിന്ന് m കണ്ടുപിടിക്കാലോ, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ചിട്ട്. മൈനസ് ബി എന്ന് പറഞ്ഞാൽ 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ 16 മൈനസ് 4 into 17 divided by 2 into 4. നമുക്കിവിടെ 16 ഇവിടെ 16 ഇവിടെ 16 വരും. 16 കോമൺ ആയിട്ട് 16ന്റെ റൂട്ട് കോമൺ ആയിട്ട് പുറത്തെടുക്കാമല്ലോ. 16ന്റെ റൂട്ട് എന്ത് വരും? 4 വരും അല്ലേ? അപ്പോൾ 4 പ്ലസ് ഓർ മൈനസ് 4 റൂട്ട് 1 മൈനസ് 17 വരും. 1 മൈനസ് 17 എന്ന് പറയുമ്പോൾ മൈനസ് 16 divided by 2 into 4. അപ്പോൾ 4 എല്ലായിടത്തും വരുന്നതുകൊണ്ട് ഞാൻ 4 കട്ട് ചെയ്തു. ബാക്കി 1 പ്ലസ് ഓർ മൈനസ് 16ന്റെ റൂട്ട് പുറത്തെടുത്തിട്ട് റൂട്ട് മൈനസ് 1നെ ഞാൻ എങ്ങനെ എഴുതും? I എന്ന് എഴുതും. 16ന്റെ റൂട്ട് 4 by 2 അല്ലേ? 1 പ്ലസ് ഓർ മൈനസ് I 4i by 2 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ആൽഫ ഈക്വൽ ടു 1/2, ബീറ്റ ഈക്വൽ ടു 4/2. 4/2 എന്ന് പറയുമ്പോൾ 2. ബീറ്റ ഈക്വൽ ടു 2 കിട്ടും. പിന്നെ എന്ത് ചെയ്യാം? ഇനി നമുക്ക് സൊല്യൂഷൻ എഴുതാം. സെഡിന്റെ ടൈമിലുള്ള ഇക്വേഷൻ നമ്പർ 1ന്റെ സൊല്യൂഷൻ എഴുതാം. ഹെൻസ് സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ 1 is y equal to e power alpha 1/2 z. അപ്പോൾ z/2 into c1 cos beta z. cos beta എന്ന് പറഞ്ഞത് 2z plus c2 sin 2z എന്ന് വരും അല്ലേ? പിന്നെ എന്ത് ചെയ്യുക? ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. പൊട്ടി x ഈക്വൽ ടു ഇ പവർ z അല്ലെങ്കിൽ z ഈക്വൽ ടു log x. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കുള്ള സൊല്യൂഷൻ എക്സിന്റെ ടൈമിൽ കിട്ടും. We get the general solution of the given differential equation as y equal to ഇതിനെ എങ്ങനെ എഴുതാം? x പവർ 1/2. ഈ പവർ z x ആണല്ലോ. c1 cos 2 log x, z ന് പകരം log x കൊടുക്കും. c2 sin 2 log x. ഇക്വേഷൻ ഇങ്ങനെയായി മാറി. സൊല്യൂഷൻ കിട്ടി. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം അപ്ലൈ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി y ഡാഷും കൂടെ കണ്ടുപിടിക്കാം. y ഡാഷ് എന്ന് പറയുന്നത് എന്ത് വരും? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? x പവർ 1/2 into derivative of this function minus c1 sin 2 log x into 2 log x ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2 log x ന്റെ ഡെറിവേറ്റീവ് 2 ഞാൻ ഇവിടെ എടുത്തു. log x ന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് ഇവിടെ അതുപോലെ c2 cos 2 log x. 2 log x ന്റെ ഡെറിവേറ്റീവ് 2 into 1/x പ്ലസ് ഈ ഫംഗ്ഷൻ അതുപോലെ എഴുതാം. x പവർ 1/2 ന്റെ ഡെറിവേറ്റീവ് 1/2 x പവർ മൈനസ് 1/2 പിന്നെ c1 cos 2 log x plus c2 sin 2 log x. ഇനി ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. y of 1 equal to -1
വിച്ച് ഇംപ്ലൈസ് എക്സിന് പകരം 1 കൊടുക്കുക. എക്സിന് പകരം 1 കൊടുത്താൽ -1 കിട്ടും y എന്ന് പറയുന്നത്. അപ്പൊ ഈ പവർ അല്ല എക്സ് പവർ 1/2 ആണ് അല്ലേ. അപ്പൊ 1 പവർ 1/2 എന്ന് പറയുമ്പോൾ 1 തന്നെ വരും. 1 ഇൻറ്റു c1 cos 2 log 1. log 1 എന്താ 0 ആണ്. അപ്പൊ cos 0 എന്ത് വരും 1. അപ്പൊ c1 മാത്രമേ ഉള്ളൂ. sin 0 വരും. അപ്പൊ c2 എന്ന് പറയുന്നത് ഇവിടെ 0 വരും. is equal to നമുക്ക് എന്ത് കിട്ടും c1 equal to -1 കിട്ടും. log 1 0 ആയതുകൊണ്ടാണ് ഈ y-ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. y-ല് x-ന്റെ വാല്യൂ 1ഉം y-ന്റെ വാല്യൂ -1ഉം. ഇനി അടുത്ത y dash of 1 equal to -1/2 which implies ഇതിൽ x-ന് പകരം 1 കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും 1. ഇവിടെ 2 log 1 വരും. അവിടെ 0 വരും അല്ലേ. അപ്പൊ sin 0 ഈ ഫസ്റ്റ് ടൈം 0 ആയിപ്പോയി. ഇനി അടുത്തതിൽ 2 c2 എന്ന് പറയുന്നത് എന്താ c2 by x എന്ന് പറയുന്നത് 1 ആണ്. cos 0 വരും ഇവിടെ. cos 0 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/2 x പവർ -1/2 1 പവർ -1/2 എന്ന് പറഞ്ഞാൽ 1 തന്നെ ഇൻറ്റു c1 cos 0 പ്ലസ് 0 വരും ഈക്വൽ ടു -1/2. അപ്പൊ c1ന്റെ വാല്യൂ നമുക്കറിയാം -1. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. which implies 2c2 -1/2 equal to -1/2. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും ഈ -1/2നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 2c2 equal to 0 എന്ന് കിട്ടൂലേ. അതിനർത്ഥം c2 equal to 0. അപ്പൊ c1 -1ഉം c2 0യും കിട്ടും. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെ എഴുതാം c1 -1ഉം c2 0യും കിട്ടി. hence solution of the given initial value problem is y equal to x power 1/2. c1 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ മൈനസ് cos 2 log x. c2 എന്ന് പറയുന്നത് 0 ആണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ എങ്ങനെ എഴുതാം -x power 1/2 cos 2 log x. ഇതാണ് സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ ഇനി നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം.